കാസർഗോഡ് തലപ്പാടിയിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട്. ബസ്സിന് തകരാറില്ലെന്നും ടയറിന്റെ തേയ്മാനം അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചെന്നും RTOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. അരുൺ പാറക്കൽ കാസർഗോഡ് ചെയ്യുന്നു. അരുൺ, ഇത്തരത്തിലൊരു ദാരുണമായ അപകടത്തും വരുത്തിവെച്ചതാണ്. അത് ഡ്രൈവറുടെ അനാസ്ഥയാണ്, ഡ്രൈവറുടെ അശ്രദ്ധയാണെന്ന് റിപ്പോർട്ട് വരുന്നു. ഏത് തരത്തിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്? സുഹൈലെ, കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് തലപ്പാടിയിൽ വെച്ച് കർണാടക RTC ബസ് അപകടമുണ്ടാക്കുകയും 6 പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും അത് ആ സമയത്ത് ഡ്രൈവർ നൽകിയ മൊഴി അനുസരിച്ച് ബസ്സിന് ബ്രേക്കിന് തകരാർ സംഭവിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ ഈ RTO ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ബ്രേക്കിന് തകരാറില്ല, ബസ്സിന് മറ്റ് ഫിറ്റ്നസ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ടയറിന് തേയ്മാനമുണ്ട്. പക്ഷേ ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് RTO കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ തുടരന്വേഷണം വീണ്ടും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഡ്രൈവറായ നിജലിംഗപ്പയെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. കൂളും ഹാൻഡ്സും പോലുള്ള ലഹരി വസ്തുക്കൾ ഡ്രൈവർ ഉപയോഗിച്ചു എന്നത് തെളിവായിരുന്നു. അത് ബസ്സിൻ്റെ മുമ്പിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഡ്രൈവിംഗ് ക്യാബിൻ്റെ മുന്നിൽ തന്നെ ഈ ഹാൻഡ്സൊക്കെ സൂക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതിലൊക്കെ തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന, കാസർഗോഡ് ഭാഗത്തേക്ക് എത്തുന്ന RTC ബസ്സുകളിലെ ഡ്രൈവർമാർ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്നതും പ്രശ്നമാണ്. കർണാടക RTC ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഡ്രൈവറുടെ വീഴ്ചയാണെന്നാണ് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വയം വരുത്തിവെച്ച അപകടമാണ്. സർവീസ് റോഡിന് പകരം മെയിൻ റോഡിൽ കൂടെ തന്നെ ബസ് ഓടിച്ചു, അതും അമിത വേഗതയിൽ ഓടിച്ചു, കൃത്യമായി ശ്രദ്ധിച്ചില്ല, ലഹരി ഉപയോഗിച്ചു. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടാക്കിയ ഡ്രൈവറുടെ അനാസ്ഥയിൽ അശ്രദ്ധയിൽ പൊലിഞ്ഞത് 6 ജീവനുകളാണ്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈവർ അറസ്റ്റിലാണ്, റിമാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.